നമുക്ക് തൃശ്ശൂരത്തെ ആകാശപാത ഒന്ന് കണ്ടാലോ? ഈ ആകാശപാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 സൈഡിൽ ലിഫ്റ്റ് ഉണ്ട്, സ്റ്റെയർ കേസ് ഉണ്ട്, ഫുൾ AC ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് നേരത്തും ആൾക്കാർക്ക് അതിൻ്റെ മുകളിൽ കയറിയിട്ട് റോഡ് ക്രോസ് ചെയ്യാണ്ട് പച്ചക്കറി മാർക്കറ്റിലേക്ക് പോവാം, മീൻ മാർക്കറ്റിലേക്ക് പോവാം, എക്സിബിഷൻ ഗ്രൗണ്ടിലേക്ക് പോവാം, അതുപോലെ തന്നെ ശക്തൻ ബസ് സ്റ്റാൻഡിലേക്ക് ചെന്ന് ഇറങ്ങാം. അങ്ങനെ റോഡ് ക്രോസ് ചെയ്യണ്ട, അതിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ AC. ഈ ചൂട്ടത്ത് അവിടെ കയറി കഴിഞ്ഞാൽ AC ഒന്നും കിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉരുക്കൊണ്ടും തകിടുകൊണ്ടും ഉണ്ടാക്കിയതാണ്. ഉരുക്കും തകിടൊക്കെ ഉച്ച നേരത്തെ കണ്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് നിൽക്കുന്നതിനേക്കാളും ചൂട് അതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴാണ് ഒരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാത്രിയിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കൂളിങ് കിട്ടും. അതിപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. അല്ലാണ്ട് ഇപ്പോൾ നമ്മളവിടെ എത്ര AC വെച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല. എത്ര കറണ്ട് അതിന് വേണ്ടി ചിലവാക്കുന്നത് അറിയാം. എത്ര കോടികൾ ചിലവ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഉരുക്ക് പോലെയുള്ള ഒരു ഉരുക്കിയിൽ ഇത്രയും പണം ഉണ്ടാക്കി നോക്കുന്നത്. തൃശ്ശൂരിൻ്റെ മുഖച്ഛായ മാറ്റാനായിട്ടുള്ള ഒരു പ്രാരംഭ പരിപാടി എന്ന് പറഞ്ഞ നിലയിലാണ് ഇതൊക്കെ തുടങ്ങി നോക്കുന്നത്. വേറെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കിടക്കുന്നത്. ആകാശപാതയൊക്കെ പിന്നെ മതി. അപ്പോൾ ഇതിപ്പോൾ കോട്ടയത്തും തൃശ്ശൂരുമാണ് കേരളത്തിലുള്ള ആകാശപാത. വേറെ ഒരിടത്തിലും ഈ ആകാശപാത ഇല്ല. സംഗതി നല്ല ഒരു ആശയമാണ്, നല്ല കാര്യങ്ങളാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ നല്ലതാണ്. ഇപ്പം തന്നെ അത് ഉദ്ഘാടനം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടാണ് ഇപ്പം തന്നെ എല്ലാം തകിട് പൊടിയായിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ പെയിൻ്റൊക്കെ പോയി, അതുപോലെ തന്നെ നടക്കുന്ന സ്ഥലങ്ങളിലെ ഇതൊക്കെ മോശമായി. അതുപോലെ ഒരുപാട് അത് ശ്രദ്ധിക്കാൻ ആളില്ല. ഇനിയിപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിലെ ബസ് സ്റ്റാൻഡിലെ ബാത്റൂം പോലെ ആവും ഇതും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും പണം തിട്ടാൽ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് എന്തെങ്കിലും ജോലിക്കാരെ വെക്കണം. ആ ജോലിക്കാരെ വെക്കാത്തോടത്തോളം കാലം അത് നശിച്ചു പോകുള്ളൂ. അങ്ങനെ ഇനി ഓരോ സ്ഥലങ്ങളിലും നമ്മുടെയൊക്കെ പണി അങ്ങനെയാണ്. എന്തും തുടങ്ങി വയ്ക്കും, അവസാനം നോക്കാൻ ആളില്ല, തുരുമ്പ് പിടിച്ച് ലാസ്റ്റ് ആകാശപാത നിലത്തെ പാതയായി മാറും. അതാണ് ഇപ്പോൾ ഇതിൻ്റെ സ്ഥിതി. ഒരാളും അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നുമില്ല. ഒരുപാട് ഫെസിലിറ്റീസുകളെല്ലാം ഉണ്ട് ആൾക്കാർക്ക് വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇരിക്കാനുള്ള ഒരു സൗകര്യം കൂടി അവിടെ ഉണ്ടാക്കുക, അത് നല്ല കാര്യമാണ്. നിന്നിട്ട് തന്നെ കിടന്ന് നടക്കാൻ പറ്റില്ലോ. ചുറ്റും കിടന്ന് നടന്ന ആൾക്കാർക്ക് കാണാനായിട്ട് നല്ല രസം തന്നെയാണ്. പക്ഷേ ഈ ആകാശപാത കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? തൃശ്ശൂരിൽ വരുന്ന സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാർ ഇവരിപ്പോൾ മൂത്രമൊഴിക്കാനായിട്ട് വല്ല മറയോ വല്ല പറമ്പോ ഒക്കെ നോക്കിയിട്ടാണ് നടക്കുന്നത്. തൃശ്ശൂർ എവിടെയും നിങ്ങൾക്ക് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക. അതിന് പിരിവ് മേടിക്കാൻ പാടില്ല. തൂർണമെങ്കിൽ 5 രൂപ, അഥവാ മൂത്രമൊഴിക്കണമെങ്കിൽ 10 രൂപ, ഒന്ന് കുളിക്കണമെങ്കിൽ 50 രൂപ, ഇങ്ങനെയുള്ള റേറ്റുകളൊക്കെ വെച്ച് മാറ്റുക. ഇതൊക്കെ ജനങ്ങളുടെ കാശാണ് നിങ്ങൾ ഈ ചിലവാക്കുന്നത്. പിന്നെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് മൂത്രമൊഴിക്കാനും തൂറാനും ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിക്കേണ്ട കാര്യമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇതൊന്നും കോൺട്രാക്റ്റ് കൊടുക്കരുത്. ഇതൊക്കെ വൃത്തിയാക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവിടെ ആൾക്കാരുണ്ടായിരിക്കണം. അതിനൊക്കെ കോർപ്പറേഷനിൽ ഒരുപാട് തൊഴിലാളികളുണ്ടല്ലോ. ഇല്ലെങ്കിൽ കരാർ വ്യവസ്ഥയിൽ എടുക്കണം. അവരായിരിക്കണം അതിൻ്റെയൊക്കെ മെയിൻ്റെനൻസ് ചെയ്യുക. അല്ലാണ്ട് വെറുതെ കുറേ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഇപ്പോഴും കോർപ്പറേഷനിൽ കിടക്കുന്നുണ്ട്. ഇതൊന്നും കോർപ്പറേഷൻ കാണുന്നില്ല. കോർപ്പറേഷൻ്റെ മൂക്കിൻ്റെ കീഴിലുള്ള ആ ചെമ്പോട്ടി ലൈൻ, ആ ഭാരത് ഹോട്ടലിൻ്റെ വഴിയിലുള്ള ആ വഴി എത്ര നാളായി എന്നറിയാം ഇങ്ങനെ വെട്ടിപ്പൊളിഞ്ഞ് നാശകോശമായിട്ട് കിടക്കുന്നത്. ഇന്ന് തിരിഞ്ഞ് നോക്കാനോ ഇത്തിരി കീല് കൊണ്ടുവന്നിടാനോ ഒന്ന് ടാറിടാനോ അവിടെ എത്ര കടകളുണ്ട്. അവരൊക്കെ എത്ര ശപിച്ചുകൊണ്ടിരിക്കുക ആ റോഡിനെ. അതുപോലെ തന്നെ വേറെ പോക്കറ്റ് റോഡുകളൊന്നും ഇവർ ശ്രദ്ധിക്കില്ല. അതേപോലെ തന്നെ സ്വരാജ് റൗണ്ട് കിടക്കുന്ന കാണണം. സ്വരാജ് റൗണ്ട് പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിട്ടാണ് കിടക്കുന്നത്. ഒരു കുഴി വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ ടാറ് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു കുന്നാക്കി വയ്ക്കും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പൊളിഞ്ഞാൽ അവിടെ ഒരു ടാറ് കൊണ്ടുവന്നിട്ട് അവിടെ കുന്നാക്കി വയ്ക്കും. ഇപ്പോൾ എന്തായി? കട്ടവണ്ടി പോണ പോലെയാണ് സ്വരാജ് റൗണ്ടിയുടെ വണ്ടികൾ പോണത്. അപ്പോൾ എന്താ എല്ലായിടത്തും ബാച്ച് വർക്കാണ് നടക്കുന്നത്. ഇത് മൊത്തം ഒന്ന് കീൽ ചെയ്യുക. അതൊന്നുമല്ല, പ്ലാസ്റ്റിക് കീൽ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്യുക. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അതൊന്നും ചെയ്യാണ്ട് സ്വരാജ് റൗണ്ട് സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. ആ തൃശ്ശൂരിൻ്റെ സ്ഥിതിയാണ് നമ്മൾ ഈ പറയണത്. ആ തൃശ്ശൂർ മാറി മാറി വരുന്ന കോർപ്പറേഷൻ്റെ ഭരണാധികാരികൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല. വേറെ എത്രയോ നല്ല കാര്യങ്ങൾ ഇവർ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴല്ലേ അവർക്ക് ഒരു പേരും പ്രശസ്തിയും കിട്ടുക. ഇതിപ്പോൾ തൃശ്ശൂർ വരുന്നവർ ശപിച്ചിട്ടാണ് പോകണമെന്ന്. മൂത്രമൊഴിക്കാൻ സ്ഥലമില്ല, ഒന്ന് തൂറാൻ സ്ഥലമില്ല. അങ്ങനെ ഇപ്പോൾ ഒരു പേര് കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂർ ജോസ് തിയേറ്ററിൻ്റെ ബാക്കിൽ മൂത്രടോഴി എന്ന് പറഞ്ഞൊരു ഇടോഴിയുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ പുരുഷന്മാർ മുഴുവൻ ഇപ്പോൾ മൂത്രമൊഴിക്കുന്നത് ആ വഴിയിലാണ്. ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ തിരക്കൊന്നുമില്ല. 1-2 ചെറിയ കടകൾ, ഹോൾസെയിൽ ചെറിയ പച്ചമരുന്ന് കടകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു. പിന്നെ അവിടെ നമ്മുടെ ജോസ് തിയേറ്ററിൻ്റെ ഗേറ്റാണ്. അപ്പോൾ അവിടെ ചെന്ന് മൂത്രമൊഴിക്കാനും എല്ലാ കാര്യത്തിനും സൗകര്യമാണ്. പിന്നെ അവിടെ അടുത്തൊരു കള്ള് ഷാപ്പുള്ളൂ. അപ്പോൾ അത് മൂത്രടോഴി എന്നാണ് പറയാം നമ്മൾ. ആ മൂത്രടോഴിലാണ് ഇവിടെ ആര് വന്നാലും മൂത്രമൊഴിക്കുക അവിടെയാണ്. അപ്പോൾ
ഇതിനൊക്കെ ഈ മൂത്രമൊക്കെ ഇങ്ങനെ പബ്ലിക്കിൽ ഒഴിക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണ ആരാ? കോർപ്പറേഷനല്ലേ. കോർപ്പറേഷനല്ലേ ഇതൊക്കെ നന്നാക്കേണ്ടത്. കോർപ്പറേഷനല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് ഈ എത്രയോ കളക്ഷനുള്ള കോർപ്പറേഷനാണെന്നറിയാം. കോടികളാണ് വരുമാനം. എത്ര ഫ്ലാറ്റുകളുണ്ട് അവിടെ നിന്നൊക്കെ നല്ല വരുമാനമാണ്. ഹോട്ടലുകൾ എത്ര കിടക്കണ്, അതുപോലെ തന്നെ ടൂറിസ്റ്റ് ഹോമുകൾ എത്ര കിടക്കണം. ഇവിടെ നിന്നൊക്കെ നല്ല വരുമാനമുള്ള ഒരു കോർപ്പറേഷനാണ്. തൃശ്ശൂരത്തെ KICB ശരി നേരിട്ട് സപ്ലൈ ചെയ്യുന്നത് തൃശ്ശൂർ കോർപ്പറേഷനാണ്. അപ്പോൾ അതിൻ്റെ വരുമാനം വേറെ. ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഈ കാശൊക്കെ ജനങ്ങൾക്ക് വേണ്ടി നയാ പൈസ ചിലവാക്കാണ്ട് ആകാശപാത പണിത് വയ്ക്കും. ഒരു നല്ല ബസ് സ്റ്റാൻഡില്ല, നല്ലൊരു ബസ് സ്റ്റോപ്പില്ല, ഇതൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു മാറ്റം വരണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ആകാശപാത ഒന്ന് കാണാം. അല്ലാണ്ട് വേറെ എന്താ ചെയ്യുക? വേറെ ഒന്നും ഇല്ല നമുക്ക് പറയാനായിട്ട്. ഇതൊക്കെ എന്നാ നന്നാവുക? ഒന്നും നന്നാവില്ല. ഇതൊക്കെ ഇങ്ങനെ തന്നെയേ പോകുള്ളൂ.